الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാനേറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകളും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. മിസ്റിൽ നിന്ന് ഒരാള് ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് മക്കയിലെത്തിയിരിക്കുകയാണ്. കഅബക്കരികിൽ അയാള് കുറച്ച് ആളുകളെ കണ്ടു, ഒരു സംഘം. അന്വേഷിച്ചു, ആരാണവർ? മൻ ഹൗലാഇൽ ഖൗം. അപ്പൊ അയാൾക്ക് കിട്ടിയ ഉത്തരം ഹൗലാഇ ഖുറൈശ്, അവര് ഖുറൈശികളാണ്. ആരാണ് അവരുടെ കൂട്ടത്തിൽ തലമുതിർന്ന ഒരാൾ? അവരുടെ നേതാവ് ആരാണ്? അബ്ദുല്ലാഹിബ്നു ഉമർ. അബ്ദുല്ലാഹിബ്നു ഉമർ ആണ് ആ സംഘത്തിന്റെ ലീഡർ. അപ്പൊ ആ മനുഷ്യൻ ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്നിട്ട് സംസാരിക്കാണ്. ഇബ്നു ഉമർ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, അറിയാനുണ്ട്. നിങ്ങൾ അതിന് ഉത്തരം തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ മനുഷ്യന്റെ ഒന്നാമത്തെ ചോദ്യം, ഹൽ തഅലമു അന്ന ഉസ്മാൻ ഫറ യൗമ ഉഹദ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഉഹദിന്റെ ദിവസം പിന്തിരിഞ്ഞോടിയിട്ടുണ്ടോ? യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയിട്ടുണ്ടോ? അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉഹദിനിടയിൽ പിന്തിരിഞ്ഞോടിയിട്ടുണ്ട്. തഅലമു അന്നഹു തഗയ്യബ അൻ ബദ്രിൻ വലം യശ്ഹദ്. ബദറിൽ ഉസ്മാൻ പങ്കെടുത്തിട്ടില്ല. ബദർ യുദ്ധത്തിൽ ഉസ്മാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അബ്ദുല്ലാഹി ബിൻ ഉമർ പറഞ്ഞു, അതെ, ബദറിൽ ഉസ്മാൻ ഉണ്ടായിരുന്നില്ല, ഉസ്മാൻ പങ്കെടുത്തിട്ടില്ല. തഅലമു അന്നഹു തഗയ്യബ അൻ ബൈഅത്തി റിദ്വാൻ. ബൈഅത്തു റിദ്വാനിലും ഉസ്മാൻ പങ്കെടുത്തിട്ടില്ല, അതും ശരിയല്ലേ? അതെ, ബൈഅത്തു റിദ്വാനിലും ഉസ്മാൻ പങ്കെടുത്തിട്ടില്ല. നമുക്കറിയാം, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അദ്ദേഹത്തിനെതിരെ കുറച്ച് ആൾക്കാർ തിരിഞ്ഞിരുന്നു. മുനാഫിക്കുകൾ ചില ആരോപണങ്ങളൊക്കെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ പേരിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ശത്രുക്കളും ഉണ്ടായിരുന്നു. അപ്പൊ ഈ മനുഷ്യൻ ഇബ്നു ഉമറിന്റെ ഉത്തരങ്ങളൊക്കെ കിട്ടിയപ്പോ തക്ബീർ ചൊല്ലിയാണ്, അല്ലാഹു അക്ബർ. അയാൾക്ക് സന്തോഷായി. കാരണം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ശത്രുക്കളിൽ നിന്ന് അയാൾ കേട്ട കാര്യങ്ങളൊക്കെ സത്യമാണ്. അപ്പൊ അയാൾക്ക് സന്തോഷമായിട്ട് അയാൾ തിരിഞ്ഞു പോകുമ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അയാളെ തിരിച്ചു വിളിച്ചു, തആൽ ഉബയ്യിൻ ലക്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങോട്ട് പോകണ്ട, എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ക്ലിയർ ആക്കാനുണ്ട്. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്,
ഉഹദിൽ ഉസ്മാൻ പിന്തിരിഞ്ഞോടിയിട്ടുണ്ട് എന്നത് ശരിയാണ്. ഫഅശ്ഹദു അന്നല്ലാഹ അഫ അൻഹു വഗഫറ ലഹു. പക്ഷേ ആ പിന്തിരിഞ്ഞോടിയത് അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തിട്ടുണ്ട്. ആ വിഷയത്തിൽ അള്ളാഹു അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഉസ്മാൻ ബദറിൽ പങ്കെടുക്കാത്തതല്ലേ നിന്റെ രണ്ടാമത്തെ ഒരു പ്രശ്നം? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊന്നുമകൾ റുഖിയ അന്ന് രോഗിയാണ്. അന്ന് നബിയാണ് ഉസ്മാനോട് മദീനയിൽ നിന്നാ മതി, ബദറിലേക്ക് ഞങ്ങളുടെ കൂടെ പോരണ്ട എന്ന് പറഞ്ഞത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പെൺമക്കളെ കല്യാണം കഴിച്ചിട്ടുണ്ട്, റുഖിയ, ഉമ്മു കുൽസും. അതുകൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ദുന്നൂറൈൻ എന്ന പേര് കിട്ടിയത്, 2 പ്രകാശത്തിന്റെ ഉടമ എന്ന പേര് കിട്ടിയത്. അപ്പൊ അന്ന് റുഖിയ രോഗിയാണ്. അവരെ പരിചരിച്ച് അവരെ കാര്യങ്ങൾ നോക്കിയിട്ട് നീ മദീനയിൽ നിന്നാ മതി എന്ന് ഉസ്മാനോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത്. ഇന്ന ലക അജ്റ റജുലിൻ മിമ്മൻ ഷഹിദ ബദറൻ വസഹ്മഹു. ബദറിൽ പങ്കെടുത്ത ഒരാളുടെ കൂലി നിനക്ക് കിട്ടും ഉസ്മാൻ. ബദറിൽ പങ്കെടുത്ത ആളുകൾക്ക് കിട്ടുന്ന യുദ്ധത്തിന്റെ ഓഹരിയും നിനക്ക് കിട്ടും. അത് നബി പറഞ്ഞിട്ടാണ് ഉസ്മാൻ നിന്നത്. ഇനി മൂന്നാമത്തെ വിഷയം, ബൈഅത്തുർ റിദ്വാനിൽ ഉസ്മാൻ പങ്കെടുത്തിട്ടില്ല എന്നല്ലേ. ബൈഅത്തുർ റിദ്വാൻ ഉണ്ടായത് തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലാണ്. നബിയും സഹാബിമാരും മക്കയിലേക്ക് വന്നു. മക്കക്കാർ അവരെ തടഞ്ഞു. ഞങ്ങൾ യുദ്ധത്തിന് വന്നതല്ല, ഞങ്ങളുടെ ലക്ഷ്യം ഹജ്ജാണ്. അത് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. അതിനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നബിന്റെ ദൂതനായിട്ട് മക്കയിലേക്ക് പോയത്. ആ ഉസ്മാൻ വധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്ത പരന്നപ്പോഴാണ് ബൈഅത്തുർ റിദ്വാൻ ഉണ്ടാകുന്നത്. ഉസ്മാന്റെ ചോരക്ക് പകരം ചോദിക്കാനാണ് ബൈഅത്തുർ റിദ്വാൻ. ഉസ്മാൻ പോയതിനു ശേഷമാണ് ആ ബൈഅത്തുർ റിദ്വാൻ ഉണ്ടാകുന്നത്. പിന്നെ അതിലെങ്ങനെ ഉസ്മാൻ ഉണ്ടാവുക? പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിന്റെ കൈ നീട്ടിയിട്ട് ആ കൈയിന്റെ മുകളിൽ മറ്റേ കൈ വെച്ചിട്ട് പറഞ്ഞു, ഹാദിഹി യദു ഉസ്മാൻ, ഇത് ഉസ്മാന്റെ കൈയാണ്. ഹാദിഹി ലി ഉസ്മാൻ, ഇത് ഉസ്മാന് വേണ്ടിയിട്ടുള്ള ബൈഅത്താണ്. ഇനി നിനക്ക് പോകാം, ഇനി നിനക്ക് തിരിച്ചു പോകാമെന്നാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ ആരോപണങ്ങൾ കേട്ട് സന്തോഷിച്ച ആ മനുഷ്യനോട് പറഞ്ഞത്. പ്രിയപ്പെട്ടവർ, ഈ സംഭവത്തിൽ നമുക്ക് വലിയ പാഠങ്ങളുണ്ട്, വലിയ സന്ദേശങ്ങളുണ്ട്. നമ്മളൊക്കെ ഓരോ ദിവസവും പല ആളുകളെ പറ്റിയിട്ടും പല ആരോപണങ്ങളും കേൾക്കുന്നവരാണ്. അത് സത്യമാണോ, അതിൽ ശരിയുണ്ടോ, ആ പറഞ്ഞത് നുണയാണോ എന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ല, ആലോചിക്കാറില്ല. ആരെങ്കിലും പറ്റി എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോഴത്തേനും എന്താലേ എന്നും പറഞ്ഞിട്ട് നമ്മൾ മൂക്കത്ത് വിരല് വെക്കുകയാണ്. ഖുർആൻ നമ്മളോട് പറഞ്ഞത് എത്ര ശക്തമായ ഭാഷയിലാണ്. يا أيها الذين آمنوا إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين. ഈമാനുള്ളവരെ ആ വിളി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചിട്ട് ഖുർആനിലൂടെ അള്ളാഹു ഞങ്ങളോട് ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒന്നുകൂടി കാതു കൂർപ്പിച്ച് ശ്രദ്ധിക്കുന്നതാണ്. കാരണം അത് ഈമാനുള്ളവരോടുള്ള അഭിസംബോധനയാണ്. അതുകൊണ്ട് ഞങ്ങൾ അത് ഒന്നുകൂടി ഗൗരവത്തിൽ കാണാറുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചിട്ട് അള്ളാഹു പറയാണ്, ഒരു ഫാസിക്കായ മനുഷ്യൻ, താന്തോന്നിയായ ഒരാള് നിങ്ങൾ അടുക്കലേക്ക് ഒരു വാർത്തയുമായിട്ട് വന്നാൽ അത് സത്യമാണോ, അത് ശരിയാണോ, അത് നുണയാണോ, കളവാണോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചറിയണം. അതല്ല എങ്കിൽ ആ വാർത്ത പരക്കുന്നത് കാരണം ഒരു ടീം ഖേദിക്കേണ്ടി വരും, നിങ്ങൾ കാരണം അവര് ദുഃഖിക്കേണ്ടി വരും. പിന്നീട് നിങ്ങൾ ഖേദിച്ചിട്ടും സങ്കടപ്പെട്ടിട്ടും കാര്യം ഉണ്ടാവൂല. ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരുപാട് അധ്യാപനങ്ങളുണ്ട്. ആ അധ്യാപനങ്ങൾ എത്ര മനോഹരമാണ്, എത്ര സുന്ദരമാണ്. ഖുർആൻ നമുക്ക് പഠിപ്പിച്ചെന്ന ശീലങ്ങളും അധ്യാപനങ്ങളും ഒക്കെ നമ്മൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ ഈ നാട്ടിലെ ജീവിതം എത്ര സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നിറഞ്ഞതായിരിക്കും. അപ്പൊ ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് നമ്മൾ 100 വട്ടം ആലോചിക്കണം. ഇത് പറയുന്നത് കൊണ്ട് എനിക്ക് എന്താണ് മെച്ചം? ദുനിയാവിൽ അതുകൊണ്ട് എനിക്ക് ഖൈറുണ്ടോ? ആഖിറത്തിൽ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ? അതല്ല, ഞാൻ അത് പറയുന്നത് കൊണ്ട് എനിക്ക് നഷ്ടമാണോ ഉള്ളത്? നമ്മളൊരു വാക്ക് പറയുമ്പോ ആ വാക്ക് എഴുതി വെക്കാൻ അള്ളാഹു ഏൽപ്പിച്ച ആൾക്കാരുണ്ട്.
മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അവരവരുടെ ഡ്യൂട്ടി വളരെ കൃത്യമായിട്ട് നിർവഹിക്കുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ പറഞ്ഞൊന്നല്ല, മൻ യദ്മനു ലി മാ ബൈന ലിഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അദ്മനു ലഹുൽ ജന്ന. സുബ്ഹാനല്ലാഹ്. ഒരാള് രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ളത്, രണ്ട് തുടയെല്ലുകൾക്കൂടെ ഇടയിലുള്ളത് സൂക്ഷിക്കാമെന്ന്, ശ്രദ്ധിക്കാമെന്ന് എനിക്ക് ഉറപ്പ് തരികയാണെങ്കിൽ, ജാമ്യം തരികയാണെങ്കിൽ ഓർക്ക് സ്വർഗത്തിന് ഞാൻ ജാമ്യം നിൽക്കാമെന്നാണ് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എന്തിനാ വെറുതെ ആരെങ്കിലും പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ബാത്തിലാക്കുന്നത്? ഒരുപാടൊന്നും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. ആ ചെയ്ത കുറച്ച് കാര്യങ്ങൾ എന്തിനാ വേറൊരാളെ പറ്റിയിട്ട് ഇല്ലാത്തത് പറഞ്ഞിട്ട് നമ്മൾ തന്നെ വെള്ളത്തിലാക്കുന്നത്? അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് ചോദിക്കുന്നുണ്ട്, അത്തദറൂന മനിൽ മുഫ്ലിസ്, ഒന്നുമില്ലാത്തവൻ ആരാന്ന് നിങ്ങൾക്ക് അറിയോ? അപ്പോ സ്വാഭാവികമായിട്ട് എല്ലാവരും കൊടുക്കുന്ന ഒരു മറുപടി നബിന്റെ അനുചരന്മാരും കൊടുത്തു, മല്ല ദിർഹമ ലഹു വലാ മത്താ. അള്ളാഹുന്റെ റസൂലെ, ദിർഹമില്ലാത്തവരല്ലേ, വിഭവങ്ങളില്ലാത്തവരല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്തിലെ മുഫ്ലിസ് നാളെ ആഖിറത്തിൽ വരും. അവൻ കുറെ നോമ്പെടുത്തിട്ടുണ്ട്, കുറെ നിസ്കരിച്ചിട്ടുണ്ട്, സ്വതക്ക കൊടുത്തിട്ടുണ്ട്, നന്മകളൊക്കെ ചെയ്ത മനുഷ്യനാണ്. പക്ഷേ വയതി ഖദ് ശതമ ഹാദാ വഖദഫ ഹാദാ വഅകല മാല ഹാദാ വസഫക ദമ ഹാദാ വദറബ ഹാദാ. ഓന് തല്ലിയവരുണ്ടാകും, അവൻ അന്യായമായി ചീത്ത വിളിച്ചവരുണ്ടാകും, അവൻ ആരോപണം പറഞ്ഞ മനുഷ്യന്മാരുണ്ടാകും, അവൻ രക്തം ചിന്തിയവരുണ്ടാകും, സമ്പത്ത് അന്യായമായിട്ട് കൈക്കലാക്കിയവരുണ്ടാകും. ഓരും അവിടെ ആഖിറത്തിൽ വരും. എന്നിട്ട് ഈ ചങ്ങാതി ചെയ്ത നന്മകളൊക്കെ അള്ളാഹു അവർക്ക് എടുത്തു കൊടുക്കുന്നതാണ്. അവൻ ആക്രമിച്ചവർക്കും, അവൻ വേദനിപ്പിച്ചവർക്കും, അവൻ ആരോപണം പറഞ്ഞവർക്കും അള്ളാഹു എടുത്തു കൊടുക്കും. അവന്റെ നന്മകൾ തീർന്നാൽ പിന്നെ ആ വേദനിപ്പിക്കപ്പെട്ടവരുടെ തിന്മകൾ ഈ മനുഷ്യന്റെ മേൽ അള്ളാഹു വെച്ച് കിട്ടും. എന്നിട്ട് പിന്നെ ഒന്നിനും പറ്റാത്ത വേസ്റ്റായിട്ട് ഈ ചങ്ങാതിനെ അള്ളാഹു നരകത്തിലേക്ക് വലിച്ചെറിയുന്നതാണ്. അത് എത്ര ഭീകരമായ അവസ്ഥയായിരിക്കും. നമ്മൾ കുറെ ചെയ്തിട്ട് നാളെ ആഖിറത്തിലെത്തുമ്പോ അതൊന്നും നിനക്കില്ല, അതൊക്കെ മറ്റോൻ കൊണ്ടുപോയി എന്ന് പറയുന്ന ആ തീരാ നഷ്ടത്തെ പറ്റിയിട്ട് നമ്മൾ ശരിക്കും ആലോചിക്കുക. അവിടെ കുറെ നിസ്കരിച്ചുകൊണ്ടും കുറെ നോമ്പെടുത്തുകൊണ്ടും ഖുർആൻ ഓതിക്കൊണ്ടും ഒന്നും കാര്യമില്ല. അതിന്റെ കൂടെ നമ്മുടെ നാവിനെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ സ്വഭാവം നന്നാക്കാൻ നമ്മൾ നല്ലോണം പരിശ്രമിക്കുക. ആവശ്യമുള്ളിടത്ത് നമ്മൾ ഇടപെട്ടാൽ മതി. ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയിട്ട് നമ്മൾ ഒരിക്കലും തലയിടാൻ പാടില്ല. മറ്റോന്റെ കുടുംബകാര്യവും ഓരോ വീട്ടിലെ മരുമക്കളുടെ പ്രശ്നവും നമ്മളല്ല ഡീൽ ചെയ്യേണ്ടത്. അത് നമ്മൾ ഡീൽ ചെയ്യേണ്ടാണെങ്കിൽ ഓരോ നമ്മളോട് പറയും. നമ്മൾ നമ്മളെ ഇഷ്ടത്തിൽ പോയിട്ട് ആരാന്റെ സ്വകാര്യതയിൽ പോയിട്ട് തലയിടാൻ പാടില്ല. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. അത് ഇസ്ലാമിന്റെ നന്മയാണ്. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. ഒരു അറാബി പറയുന്നുണ്ട്, അദ്ദബത്നി ജാരിയ, ഒരു പെൺകുട്ടി, ഒരു പെണ്ണ് എനിക്ക് അദബ് പഠിപ്പിച്ചു തന്നു. ഓളിങ്ങനെ ഒരു പാത്രം മൂടിയിട്ട് ഇങ്ങനെ നടന്നു പോവാൻ, ഒരു കലം കയ്യിൽ പിടിച്ചിട്ടുണ്ട്, അതിങ്ങനെ മൂടിയിട്ട് നടന്നു പോവാൻ. അപ്പൊ അറാബി ചോദിച്ചു, എന്താണ് ആ കലത്തിൽ, ആ കുടത്തിൽ എന്താണ്? അപ്പൊ ആ പെണ്ണ് തിരിച്ചു ചോദിച്ചു എന്നാണ്, പിന്നെ എന്തിനാ ഞാൻ ഈ കലം മൂടി നടക്കുന്നത്, ഈ കുടം ഞാൻ എന്തിനാണ് മൂടി നടക്കുന്നത്? നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമാണെങ്കിൽ, നിങ്ങൾ കാണേണ്ട ഒന്നാണെങ്കിൽ ഞാൻ തുറന്നിട്ട് തരൂലേ? അപ്പൊ ആ പെണ്ണ് എനിക്ക് അദബ് പഠിപ്പിച്ചു തന്നു എന്ന് ഒരു അറാബി പറയും നമുക്ക് കാണാൻ പറ്റും. എല്ലാവർക്കും താല്പര്യം എന്താ വെച്ചാല് ഗോസിപ്പുകളാണ്. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ വലിയ ആവേശമാണ്. അവിടെ എന്താ നടക്കുന്നത്, ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഓരോ പോലെയുള്ള പ്രശ്നം എന്താണ്, അതിന്റെ പിന്നാലെ പോകാൻ ഭയങ്കര ആവേശമാണ്. ഇപ്പൊ ഈ യൂട്യൂബിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന വീഡിയോസ് ഗോസിപ്പ് വീഡിയോകളാണ്. കണ്ടതും കേട്ടതൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുക. അവിടെ കേട്ടത് ഇവിടെ പറയാ, ഇവിടെ കേട്ടത് അവിടെ പറയാ, എന്നിട്ട് അതിങ്ങനെ പാടി നടക്കുക. അതിലെന്തോ ഒരു ആനന്ദം. നമ്മൾ പറയലുണ്ട്, ആരാന്റെ ഉമ്മാക്ക് പിരാന്തായാൽ കാണാൻ നല്ല രസമാണ് എന്ന്. അപ്പൊ ആ ജാതി ഏർപ്പാട് ഈമാനുള്ള ഒരു മനുഷ്യന്റെ കാര്യത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഈ ഗോസിപ്പുകൾ കൊണ്ട് ഒരു ഉമ്മത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം എത്ര വലുതാണ്. ഇന്നത്തെ കാലത്ത് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിൽ നേർചിത്രങ്ങളായിട്ടുണ്ട്. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബിമാരുടെയും കാലത്ത് ഈ ഗോസിപ്പ് കൊണ്ടുണ്ടായ വലിയൊരു പ്രശ്നമായിരുന്നു ഹാദിസത്തുൽ ഇഫ്ക്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിൽ മുനാഫിക്കുകൾ വ്യഭിചാരാരോപണം പറഞ്ഞു. അതിന്റെ പേരിൽ എന്തൊക്കെ കഷ്ടതകൾ ഈ ഉമ്മത്തിൽ ഉണ്ടായി. നമ്മുടെ ഉമ്മ ഒരു മാസം നീറി കഴിഞ്ഞു. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സങ്കടം, ആയിഷ ബീവിക്ക് സങ്കടം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സങ്കടം, അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഭാര്യയ്ക്ക് ആയിഷ ബീവിന്റെ ഉമ്മാക്ക് സങ്കടം.
മുസ്ലിങ്ങൾ ഒന്നാകെ ദുഃഖത്തിലും സങ്കടത്തിലും. ആയിഷ ബീവിക്കൊക്കെ ഉണ്ടായ സങ്കടം ശരിക്കും ഹാദിസത്തുൽ ഇഫ്ക് ആ ഹദീസിന്റെ വരികളിൽ നിന്ന് വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. നമ്മുടെ കണ്ണറിയാതെ നിറഞ്ഞു പോകും. അത്രക്കും തീക്ഷ്ണമായ പരീക്ഷണത്തിലൂടെയാണ് നമ്മുടെ ഉമ്മ ഹാദിസത്തുൽ ഇഫ്കിന്റെ സമയത്ത് കടന്നുപോയത്. വ്യഭിചാരാരോപണത്തിന്റെ സമയത്ത് പറയാനുള്ളവർക്ക് ഒരു വാക്ക് പറയാനേ ഉള്ളൂ. അപ്പൊ അതൊരു ഉമ്മത്തിനെ തകർക്കും, ഒരു സമൂഹത്തിന്റെ ഐക്യം തകർക്കും, കൂട്ടുകാര് പരസ്പരം തെറ്റിപ്പിരിയും. അപ്പൊ കണ്ടതും കേട്ടതൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുക എന്നുള്ളത് വലിയ പ്രശ്നമാണ്. ആയിഷ ബീവിക്കെതിരെ വ്യഭിചാരാരോപണം ഉണ്ടായ സമയത്ത് അൻസാരികളുടെ വീട്ടിൽ നടക്കുന്ന ഒരു സംഭാഷണമുണ്ട്. ഉമ്മു അയ്യൂബും അബു അയ്യൂബും തമ്മിലുള്ള ഒരു സംഭാഷണം. ഉമ്മു അയ്യൂബ് ഭർത്താവിനോട് പറയാണ്, അമാ തസ്മഉ മാ യഖൂലു നാസു ഫീ ആയിഷ. ആയിഷ റളിയല്ലാഹുവിന്റെ വിഷയത്തില് ജനങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടില്ലേ? അപ്പൊ ഉടനെ അബു അയ്യൂബ് റളിയല്ലാഹു അൻഹു പറയാണ്, നഅം വദാലികൽ കദിബ്, ഞാനതൊക്കെ കേട്ടിട്ടുണ്ട്, അതൊക്കെ പച്ച നുണയാണ്. അകുൻതി ഫാഇലതൻ ദാലിക യാ ഉമ്മ അയ്യൂബ്. ഉമ്മു അയ്യൂബ്, നിങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യോ? നിങ്ങളാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യോ? പറഞ്ഞില്ലേ, ഞാനാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യൂല. ലാ വല്ലാഹി മാ കുൻതു ലാ അഫ്അലഹു ഫആയിഷതു വല്ലാഹി ഖൈറുൻ മിൻക. അങ്ങനെയാണെങ്കിൽ ആയിഷ നിങ്ങളെക്കാളൊക്കെ എത്രയോ 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 നല്ലവളാണ് എന്ന് അബു അയ്യൂബ് റളിയല്ലാഹു അൻഹു ഭാര്യക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഒരാളെ പറ്റിയിട്ടുള്ള ഒരു ആരോപണം കേട്ടാൽ നമ്മൾ ചിന്തിക്കേണ്ടത്. ഈമാനുള്ള ഒരു മനുഷ്യനെ പറ്റിയിട്ട് മോശമായിട്ടുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകാൻ പാടില്ല. അതിനൊരു പ്രശ്നം എന്താ അറിയോ? ഇത് നമ്മളെ മേത്ത് തട്ടുമ്പോഴേ നമുക്കതിന്റെ ബേജാറും സങ്കടവും മനസ്സിലാവും. നമ്മുടെ ഇറച്ചിമ കൊള്ളണം. ഇപ്പൊ കോഴിക്കോട് അങ്ങാടി കൂടെ ഒരു ആംബുലൻസ് ചീറിപ്പായുമ്പോ നമുക്ക് വലിയ ഫീലിംഗ് ഒന്നുമില്ല. ആ ആംബുലൻസ് നന്ദി അങ്ങാടിയിലെത്തിയാല് നമ്മൾ അതൊന്നുകൂടി ശ്രദ്ധിക്കും. അത് നമ്മളെ പുറേക്കുള്ള വഴിയിലേക്ക് തിരിയാണെങ്കിലോ നമുക്ക് കുറച്ചും കൂടി ഒരു ബേജാറുണ്ടാവും. അത് നമ്മുടെ വീടിന്റെ മുറ്റത്ത് വന്ന് നിർത്തുകയാണെങ്കിലോ നമ്മുടെ മനസ്സൊന്ന് പടക്കും. അപ്പൊ നമുക്കത് തട്ടുമ്പോഴാണ് നമുക്ക് ആ സങ്കടവും ആ വിഷമവും ബോധ്യപ്പെടുക. ബാക്കിയുള്ളവരുടെ വിഷമം നമ്മുടെ കൂടി വിഷമമായിട്ട് മാറണം. അവന്റെ അഭിമാനം നമ്മുടെ കൂടി അഭിമാനമാകണം. ഒരു മുസ്ലിമിന്റെ അഭിമാനത്തിന് ഇസ്ലാം എത്ര വലിയ സ്ഥാനമാണ് കൊടുത്തിട്ടുള്ളത്, എത്ര വലിയ വിലയാണ് നൽകിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സതറ മുസ്ലിമൻ സതറഹു അല്ലാഹു യൗമൽ ഖിയാമ. ആരെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യന്റെ പോരായ്മ, ന്യൂനത മറച്ചു വെക്കുകയാണെങ്കിൽ ഖിയാമത്ത് നാളിൽ അവന്റെ ന്യൂനതയും അള്ളാഹു മറച്ചു വെക്കുന്നതാണ്. 7 വൻപാപങ്ങൾ എണ്ണി പറഞ്ഞെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ ഒരു പാപം വഖദ്ഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്, തെറ്റ് ചെയ്യാത്ത നിഷ്കളങ്കരായ സ്ത്രീകളെ പറ്റിയിട്ട് ആരോപണം പറയാം. സ്ത്രീകളെ വിഷയത്തിൽ മാത്രമല്ല, പുരുഷന്മാരെ പറ്റിയിട്ട് ആരോപണം പറഞ്ഞാലും അതേ ഗൗരവം തന്നെയാണ്. അപ്പൊ അത് 7 വൻപാപങ്ങൾ എണ്ണി പറഞ്ഞപ്പോ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞ ഒരു വിഷയാണ്. ഒരാളെ പറ്റിയിട്ട് വെറുതെ ആരോപണം പറഞ്ഞാലോ? ഇപ്പൊ വ്യഭിചാര ആരോപണം 4 സാക്ഷികളെ കൊണ്ടുവരണം. 4 സാക്ഷികൾ ഉണ്ടെങ്കിലേ ആ ഹുക്മ് സ്ഥിരപ്പെടുള്ളൂ. 4 സാക്ഷികളെ കൊണ്ടുവന്നിട്ടില്ലെങ്കിലോ ഓനെ 80 അടി അടിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമം. ഇസ്ലാമിക ചരിത്രത്തിൽ ഇന്ന് വരെ 4 സാക്ഷികളെ കൊണ്ടുവന്നതിന്റെ പേരിൽ ഒരാളും എറിഞ്ഞു കൊല്ലപ്പെട്ടിട്ടില്ല. കാരണം അത്രക്കും കടുപ്പമാണ് അതിന്റെ നിബന്ധനകൾ. വെറുതെ എന്തെങ്കിലും കണ്ടാൽ ആരോപണം പറയാൻ പറ്റൂല. ഒരാണോ ഒരു പെണ്ണോ ഒരു റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കണ്ടു, ആരോപണം പറയാൻ പറ്റൂല. ഓരോരു പുതപ്പിന്റെ ഉള്ളിൽ കിടക്കുന്നത് കണ്ടാൽ പോലും വ്യഭിചാരാരോപണം പറയാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അത്രക്കും വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. ഒരു സുറുമ കുപ്പിയിലേക്ക് സുറുമക്കോലോ ഇറങ്ങുന്നത് പോലെ അത് ശരിക്കും കാണണം. അത് കണ്ടിട്ട് ആരെങ്കിലും 4 സാക്ഷികൾ ഉണ്ടായിട്ട് എറിഞ്ഞു കൊല്ലപ്പെടോ? അപ്പൊ അത്രക്കും ഒരു മുസ്ലിമിന്റെ അഭിമാനത്തിന് ഇസ്ലാം വില നൽകിയിട്ടുണ്ട്. അത്രക്കും അമൂല്യമാണ് ഒരാളുടെ അഭിമാനം എന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതായാലും മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ അതിന്റെ വാതില് നമ്മുടെ ദീന് കൊട്ടി അടച്ചിട്ടുണ്ട്. ഒരാൾ കച്ചവടം ഉറപ്പിച്ചെടുത്ത് പോയിട്ട് വേറൊരാൾക്ക് കച്ചവടം നടത്താൻ പറ്റില്ല. 2 ആൾക്കാർ കച്ചവടം നടത്തി, ഒരു 10,000 ഉറുപ്പ്യക്ക് അത് കച്ചവടമാക്കി. വേറൊരുത്തും വന്നിട്ട് പറയാണ്, ഈ ആ കച്ചവടത്തിൽ നിന്ന് പിന്മാറിയേക്ക്, ഞാൻ 7,500 ഉറുപ്പ്യക്ക് എനിക്ക് സാധനം തരാം. പറ്റൂല, ആ കച്ചവടം ഹറാമാണ്. അവരാദ്യം തൃപ്തിപ്പെട്ട് പരസ്പരം കണ്ടു ഉറപ്പിച്ച കച്ചവടത്തിന് ഇടയിൽ പോയിട്ട് നമ്മൾ വേറെ കച്ചവടം നടത്തുക, ആ കച്ചവടം ഹറാമാണ്. എന്താ കാരണം? അതിലൊരു കാരണം അത് മുസ്ലിങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന വിഷയമാണ്. ഒരാൾ ഒരു പെണ്ണിനെ പോയി കണ്ടു, ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ വേറൊരുത്തും പോയിട്ട് ആ പെണ്ണിനെ കാണാൻ പറ്റൂല. ഓരോ കാര്യത്തിലും ഒരു തീരുമാനമാകണം. ആദ്യം കണ്ട ആൾ അതിൽ നിന്ന് പിന്മാറിയാലേ രണ്ടാമത്തവൻ ആ പെണ്ണിനെ പോയിട്ട് കാണാൻ പറ്റുള്ളൂ. എന്താ കാര്യം?
അത് ഓർക്കിടെ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ്. വലാ തനാജശു, നിങ്ങൾ പരസ്പരം വിലയേറ്റി പറയാൻ പാടില്ല. ഒരുത്ത സാധനം വാങ്ങാൻ വന്നപ്പോ മറ്റോർക്ക് ആ സാധനം ആവശ്യമൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ വില കൂട്ടി പറയാം അവനക്ക് കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇസ്ലാം വിലക്കി, ഹറാമാണ്. കാരണം എന്താ? അത് മുസ്ലിങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ നമുക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, മുസ്ലിങ്ങൾക്കിടയിൽ വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ ആ വാതിലുണ്ട് നമ്മുടെ ദീൻ അടച്ചു. സ്നേഹം ഉണ്ടാക്കാനുള്ള വഴികൾ നമുക്ക് പറഞ്ഞു തരികയും ചെയ്തു. ആ സ്നേഹം ഉണ്ടെങ്കിലേ നമുക്ക് സ്വർഗത്ത് പോകാൻ പറ്റുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹു തന്നെയാണ് സത്യം, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു, ഈമാൻ ഉള്ളവരാകുന്നവരെ നിങ്ങൾ സ്വർഗ്ഗത്ത് പ്രവേശിക്കൂല. വലാ തുഅ്മിനു ഹത്താ തഹാബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുവരെ നിങ്ങൾ ഈമാൻ ഉള്ളവരാവുകയും ചെയ്യുകയില്ല. അവല അദുല്ലുകും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും, നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ ഞാനൊരു മാർഗം പറഞ്ഞു തരട്ടെ. അഫ്ഷു സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കണം, പരക്കെ സലാം പറയണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളൊരു ഉമ്മത്താണ്, നമ്മളൊരു കുടുംബമാണ്. ഈമാൻ എന്ന ചരട് നമ്മളെ കോർത്തിണക്കുന്നുണ്ട് എന്ന ഒത്തൊരുമയോടുകൂടി ജീവിക്കാൻ നമുക്ക് പറ്റണം. അള്ളാഹു പരസ്പരം വെറുപ്പും വിദ്വേഷവും ഇല്ലാതെ ഒരേ കുടുംബത്തെ പോലെ ഒരേ ആദർശത്തിന്റെ ആളുകളായിട്ട് ജീവിക്കുവാൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. അംർ ഇബ്നു സലമ റഹിമഹുല്ലാ പറയാണ്, ഞങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ വീട്ടിലിരിക്കുന്ന സമയത്ത് കുറച്ച് തിരക്ക് പിടിച്ചിട്ട് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദിനെ അന്വേഷിച്ചിട്ട് വന്നു. അപ്പൊ ഇബ്നു മസ്ഊദ് പുറത്തേക്ക് വന്നിട്ടില്ല. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദിന്റെ ശിഷ്യന്മാരുടെ കൂടെ അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പുറത്തു വന്നു. പുറത്തു വന്നപ്പോ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയാണ്, യാ അബാ അബ്ദുറഹ്മാൻ, മദീന പള്ളിയിൽ ഞാനൊരു കാഴ്ച കണ്ടു. ഇത് അപരിചിതമായിട്ടുള്ള ഒരു കാഴ്ചയാണ്, ഞാൻ മുമ്പത് കണ്ടിട്ടില്ല. പക്ഷെ അത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ നടക്കുന്ന സംഗതി ഒരു നന്മയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഞാൻ അവരോട് കമന്റ് ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളെ അഭിപ്രായം അറിഞ്ഞിട്ട് അവരോട് സംസാരിക്കാമെന്ന നിലക്ക് തിരക്ക് പിടിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നതാണ്. അബൂ മൂസ അശ്അരി റളിയല്ലാഹുവിനോട് ഇബ്നു മസ്ഊദ് ചോദിച്ചു, എന്താ നിങ്ങൾ കണ്ട കാഴ്ച? ഇപ്പൊ മദീന പള്ളിയില് കുറച്ചാൾക്കാർ ഇരിക്കുന്നുണ്ട്. ഓരിങ്ങനെ വട്ടത്തില് പല സംഘങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. ഓരോ സംഘത്തിന് ഓരോ ലീഡർ ഉണ്ട്. അവരുടെ കയ്യിൽ ചരൽക്കല്ലുകളും ഉണ്ട്. ഒരാളിങ്ങനെ പറയും കബ്ബിറൂ മിഅ, അപ്പൊ എല്ലാരും 100 തവണ തക്ബീർ ചൊല്ലുന്നു. ഈ ചരൽക്കല്ല് കൊണ്ട് ഒരു എണ്ണം പിടിക്കുന്നു. ഹല്ലിലൂ മിഅ, അപ്പൊ എല്ലാരും 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ്. സബ്ബിഹൂ മിഅ, അപ്പൊ എല്ലാരും 100 തവണ സുബ്ഹാനല്ലാഹ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു നേരെ മദീന പള്ളിയിലേക്ക് ഓടുകയാണ്. മദീന പള്ളിയിൽ എത്തിയപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഇബ്നു മസ്ഊദ് ചോദിച്ചു, എന്താ പരിപാടി? പറഞ്ഞു, ഞങ്ങളിതാ അദ്കാറുകൾ ചൊല്ലുകയാണ്, അതിന്റെ എണ്ണം പിടിക്കാൻ. നിങ്ങൾക്ക് നിങ്ങളെ തിന്മകൾ എണ്ണി കണക്കാക്കിയുടെ ചങ്ങായിമാരെ, എന്തിനാ നിങ്ങൾ ഈ നന്മകൾ എണ്ണുന്നത്? നിങ്ങൾക്ക് നിങ്ങളെ തിന്മകൾ, ദോഷങ്ങൾ എണ്ണി കണക്കാക്കിക്കൂടെ? എന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വളരെ വൈകാരികമായിട്ട് അവരോട് സംസാരിക്കുകയാണ്. വൈഹക്കും യാ ഉമ്മത മുഹമ്മദ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തെ നിങ്ങൾക്ക് നാശം. മാ അസ്റഅ ഹലകതികും, എത്ര പെട്ടെന്നാണ് നിങ്ങൾ നശിച്ചു പോയത്, എത്ര പെട്ടെന്നാണ് നിങ്ങൾ നശിച്ചത്. ആരോടാ ഈ പറയുന്നത് നമ്മൾ ഓർക്കണം. എന്നിട്ട് ഇബ്നു മസ്ഊദ് പറയാണ്, ഹൗലാഇ സഹാബത്തു നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം മുതവാഫിറൂൻ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരൊന്നും മരിച്ചിട്ടില്ല, ഓരൊക്കെ ഇവിടെ ബാക്കിയുണ്ട്. വഹാദിഹി സിയാബുഹു ലം തുബ്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടുത്തിരുന്ന വസ്ത്രം നുരുമ്പി പോയിട്ടില്ല. വആനിയതുഹു ലം തുക്സർ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ച പാത്രം പൊട്ടിപ്പോയിട്ടില്ല. എത്ര പെട്ടെന്നാണ് നിങ്ങൾ നശിച്ചു പോയത്.
ആരോടാ ഈ പറയുന്നത്? പള്ളിയിൽ വട്ടത്തിലിരുന്ന് അദ്കാറുകൾ ചൊല്ലിയ മനുഷ്യന്മാരോട്, തസ്ബീഹും തക്ബീറും തഹ്ലീലും ചൊല്ലിയ ആൾക്കാരോട്. അപ്പൊ ഓര് പറഞ്ഞ ന്യായം എന്താണെന്നറിയോ? നമ്മളെ നാട്ടിലെ ആൾക്കാരൊക്കെ പറയുന്ന ന്യായാണ്. യാ അബാ അബ്ദുറഹ്മാൻ മാ അറദ്നാ ഇല്ലൽ ഖൈർ. ഇബ്നു മസ്ഊദ്, ഞങ്ങൾ നന്മയല്ലാതെ വേറൊന്നും ആഗ്രഹിച്ചിട്ടില്ല. നമ്മളെ നാട്ടിലെ ആൾക്കാർ അതല്ല പറയല്ലേ, ഞങ്ങൾ ഭക്ഷണം കൊടുക്കല്ലേ, ഞങ്ങൾ അദ്കാറുകൾ ചൊല്ലല്ലേ, ഞങ്ങൾ ഖുർആൻ ഓതല്ലേ, മദ്ഹ് പറയല്ലേ, നിങ്ങൾ എന്തിനാ വിലക്കുന്നത്? നോമ്പെടുക്കല്ലേ, എന്തിനാ അതിനെ നിങ്ങൾ എതിർക്കുന്നത്? ഇപ്പൊ നമ്മളുള്ള റജബിലാണ്. റജബിന്റെ അവസാനത്തിൽ ഒരു നോമ്പുണ്ട്, റജബ് 27 മിഅ്റാജ് നോമ്പ്. ഖുർആനിലോ ഹദീസിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബിമാരുടെയും ജീവിതത്തിലോ 4 മദ്ഹബുകളുടെ ഇമാമുമാരുടെ കൂട്ടത്തിലോ അങ്ങനത്തെ ഒരു നോമ്പ് നമ്മൾ കാണൂല. അത് ദീനിൽ പുതിയതായിട്ട് ഉണ്ടാക്കപ്പെട്ടതാണ്. അപ്പൊ എതിർത്ത എന്താ പറയാ? നോമ്പല്ലേ, നോമ്പ് എടുക്കുന്നവരെടുത്തോട്ടെ, എന്തിനാ നിങ്ങൾ അതിനെ എതിർക്കുന്നത്? അങ്ങനെ തോന്നിയവർക്കൊക്കെ തോന്നുന്നത് ഉണ്ടാക്കാനുള്ളതാണോ ദീൻ? ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയണം, അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, കമ്മിൻ മുരീദിൻ ലിൽ ഖൈരി ലൻ യുസീബഹു. അങ്ങനെ നന്മ ആഗ്രഹിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട്, ഓർക്കൊന്നും ആ നന്മ കിട്ടുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. ദീനിലേക്ക് പുതിയൊരു ഇബാദത്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം ഗൗരവമുള്ള വിഷയം. റജബ് 27 ഇസ്രാവും മിഅ്റാജും നടന്നത് നമ്മളോട് ആരാ പറഞ്ഞത്? റജബ് 27 ഇസ്രാവും മിഅ്റാജും നടന്നത് എന്നതിന് ഒരു തെളിവുമില്ല. അത് റജബ് 27 അല്ല, ഏത് ദിവസമാണ് അത് നടന്നത് എന്ന് കൃത്യമായിട്ട് പറയാൻ നമുക്ക് കഴിയൂല, അതിന് രേഖയില്ല. ഇസ്രാവും മിഅ്റാജും നടന്നത് ഏത് രാത്രിയാണ് എന്ന് ഈ ഉമ്മത്ത് അറിയുന്നതിൽ എന്തെങ്കിലും നന്മ ഉണ്ടായിരുന്നുവെങ്കിൽ അത് അള്ളാഹുന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുമായിരുന്നു. അല്ലെന്തെങ്കിലും സംശയം ഉണ്ടോ? അത് അറിയുന്നതിൽ പ്രത്യേകിച്ചൊരു നന്മയില്ല. അന്നൊരു പ്രത്യേക ഇബാദത്ത് ചെയ്യാനില്ല, അന്നൊരു നോമ്പില്ല, അന്നൊരു നിസ്കാരമില്ല. അന്ന് അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ആരാധന ചെയ്യാനുണ്ടായിരുന്നുവെങ്കിൽ ആ ദിവസം ഏതായിരുന്നു എന്ന് അള്ളാഹുന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. അപ്പൊ ഇസ്രാവും മിഅ്റാജും നടന്നത് ഏത് രാത്രിയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ ഒരു തെളിവുമില്ല, ഒരു രേഖയുമില്ല. ഇനി റജബ് 27 ഇസ്രാവും മിഅ്റാജും നടന്നെന്ന് വിചാരിക്കുക. അത് നടന്നാൽ അന്നൊരു സ്പെഷ്യൽ നോമ്പ് എടുക്കണമെങ്കിൽ, അന്നൊരു സ്പെഷ്യൽ നിസ്കാരം നടത്തണമെങ്കിൽ അത് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരണം. അള്ളാഹുവും റസൂലും പറയാത്തൊന്ന് ദീനിലേക്ക് കൂട്ടിച്ചേർക്കാൻ മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്, അത് ബിദ്അത്താണ്. അപ്പൊ ദീനിലേക്ക് അങ്ങനെ വെള്ളം ചേർക്കാൻ ഒരാൾക്കും അവകാശമില്ല. ഈ ശൈത്താന് ശിർക്ക് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ? ബിദ്അത്താണ്. കാരണം എന്താ? ഒരാള് കള്ളുടിയനാണ്, അയാളെ മനസ്സിലൊരു കുത്തുണ്ടാകും, ഉള്ളിലൊരു സങ്കടം ഉണ്ടാകും. ഓൻ ഡെയിലി വെള്ളടിച്ച് വന്ന് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടാവും, പെണ്ണുങ്ങളെ തല്ലുന്നുണ്ടാവും, കുട്ടികളെ ഇടങ്ങറാക്കുന്നുണ്ടാവും. എന്നാലും ഓന്റെ ഉള്ളിന്റെ ഉള്ളില് ഒരു ഖേദം ഉണ്ടാകും, ഞാൻ ചെയ്യുന്നത് ശരിയല്ല. ഒരു പെരും കള്ളൻ, നാട്ടിൽ അറിയപ്പെട്ട ഒരു കള്ളൻ, ഓന്റെ ഉള്ളിൽ ഒരു ഖേദം ഉണ്ടാകും, ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, ഇത് ശരിയല്ല, എന്നെങ്കിലൊക്കെ ഈ മോഷണം നിർത്തണം ഓന്റെ ഉള്ളിൽ ഉണ്ടാകും. അല്ലെ? വാപ്പാനും ഉമ്മാനും നോക്കാത്തൊരു മോന്, ഓന്റെ മനസ്സിലുണ്ടാകും ഞാൻ ചെയ്യുന്നത് ശരിയല്ല, എന്റെ വാപ്പാനും ഉമ്മാനൊക്കെ ഞാൻ നോക്കണം. ഓനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാ ബിദ്അത്ത് ചെയ്യുന്ന ഒരുത്തനാണെങ്കിലോ, ഇപ്പൊ മിഅ്റാജ് നോമ്പെടുക്കുന്ന ഒരാളുടെ മനസ്സിലുണ്ടാവുന്ന എന്താ? ഞാൻ ചെയ്യുന്നത് വലിയ തെറ്റാണെന്നാ, ഞാൻ എടുക്കുന്ന ഈ നോമ്പ് വലിയ അപരാധമാണെന്നാണ് ഓന്റെ മനസ്സിലുള്ള. അല്ല, ഞാൻ വലിയ ഇബാദത്ത് ചെയ്യാൻ, അള്ളാഹിന്റെ അടുക്കുന്ന എനിക്ക് വലിയ കൂലി കിട്ടുന്ന സംഗതിയാണ്. ഓൻ എന്തെങ്കിലും അതൊന്ന് ഖേദിച്ച് മടങ്ങുമോ? സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ബാക്കിയുള്ള തെറ്റുകളെക്കാളും ശൈത്താൻ ഇഷ്ടം ബിദ്അത്ത് ചെയ്യുന്നതാണ്. അപ്പൊ ആ ബിദ്അത്തിന്റെ കാര്യം ചെറിയൊരു സംഗതിയല്ല, അത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ്. റജബ് 27 മിഅ്റാജ് നോമ്പ് എന്നുള്ള പേരിൽ ഒരു നോമ്പ് അള്ളാഹുവോ റസൂലോ സഹാബിമാരോ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു നോമ്പ് എടുക്കുമ്പോൾ നമുക്ക് കൂലിയല്ല കിട്ടുക, കുറ്റം കിട്ടുകയാണ്. പട്ടിണി കിടന്നിട്ട് വെറുതെ എന്തിനാണ് നമ്മൾ കുറ്റം വാങ്ങുന്നത്? അപ്പൊ ആ വിഷയം വളരെ ഗൗരവത്തിൽ നമ്മൾ കാണുക, ദീന് മുറുകെ പിടിക്കാൻ അള്ളാഹു നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കപ്പലാണ് സുന്നത്ത്. ഫമൻ റകിബഹാ നജ, ആ കപ്പലിൽ ആര് കയറിയോ ഓൻ വിജയിച്ചിട്ടുണ്ട്. വമൻ തഖല്ലഫ അൻഹാ ഗരിഖ, ആ കപ്പലിൽ കയറാതെ ആര് മാറി നിന്നുവോ ഓന് മുങ്ങി നശിക്കും. അപ്പൊ സുന്നത്തുകൾ മുറുകെ പിടിക്കുക. അള്ളാഹു ദീൻ ശരിയായ നിലക്ക് മുറുകെ പിടിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ വന്നിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനെ നീ ഞങ്ങൾക്ക് പുറത്തു നൽകണമേ. അള്ളാഹുവെ, ഞങ്ങളിൽ രോഗികളായ ആളുകളുണ്ട്, അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, കടം കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, അവരുടെ കടങ്ങൾ നീ വീട്ടിക്കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ സമാധാനവും സന്തോഷവും അവരുടെ നാടും തിരിച്ചു നൽകണമേ.
ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين.